മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം അംഗങ്ങൾക്ക് വലിയ ശമ്പള വർധനവ് എന്ന പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചാരണം പൊളിയുന്നു. സംസ്ഥാന സർക്കാരിന് കീഴിലെ കരാർ തൊഴിലാളികൾക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച 5% വേതന വർധനവ് മാത്രമാണ് ഇവർക്കുമുണ്ടായത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനായി പ്രതിമാസം 54 ലക്ഷം രൂപ ചിലവഴിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ചെലവ് കേവലം 6.67 ലക്ഷം രൂപ മാത്രമെന്നതും പ്രതിപക്ഷം മനഃപൂർവ്വം വിസ്മരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ ടീമിന് വേണ്ടി 80 ലക്ഷം രൂപ പ്രതിമാസം ചിലവഴിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രചരണം. ഇതിന്റെ വസ്തുത എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് 12 ജീവനക്കാരാണ്. ഇവർ സർക്കാരിന് കീഴിലെ കരാർ ജീവനക്കാരാണ്. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രസംഗത്തിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ സർക്കാരിന് കീഴിലെ കരാർ ജീവനക്കാർക്ക് 5% വേതന വർധനവ് പ്രഖ്യാപിച്ചത്. 2025 ഏപ്രിൽ മുതൽ ഇവ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ച് ഏപ്രിൽ മാസം 19-ന് ധനവകുപ്പ് തന്നെ ഉത്തരവുമിറക്കി. ഇത് നടപ്പാക്കിക്കൊണ്ടാണ് ഓരോ വകുപ്പും തുടർന്ന് ഉത്തരവിറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 13-ന് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇറങ്ങിയത്. ഇത് സർക്കാരിന് കീഴിലെ കരാർ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന 5% വർധനവ് മാത്രമാണ്. എന്നാൽ ഇതിനെയാണ് തെറ്റായി ചിത്രീകരിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവും ലക്ഷങ്ങളുടെ ശമ്പളം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് വർദ്ധിപ്പിച്ചുവെന്ന് പ്രചരിപ്പിച്ചത്. പബ്ലിക് റിലേഷൻസ് വകുപ്പ് പത്രങ്ങളിൽ നോട്ടിഫിക്കേഷൻ നൽകി ഇന്റർവ്യൂ നടത്തിയാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിലെ 12 പേരെയും നിയമിച്ചത്. ഒരാൾക്കുപോലും സ്ഥിര നിയമനത്തിന് അർഹതയില്ലെന്ന് നോട്ടിഫിക്കേഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അവസരത്തിൽ പ്രതിപക്ഷം മനഃപൂർവ്വം വിസ്മരിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ വിവരങ്ങൾ കൂടി വ്യക്തമാക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ചിലവിനായി പ്രതിമാസം വേണ്ടിവരുന്നത് 54 ലക്ഷം രൂപയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ ടീമിന് ചിലവാകുന്നത് കേവലം 6.67 ലക്ഷം രൂപയാണ്. കർണാടകയിലാകട്ടെ സർക്കാരിന് കീഴിലെ കരാർ ജീവനക്കാർ അല്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്, മറിച്ച് ഒരു സ്വകാര്യ ഏജൻസിയാണ്. ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ ടീമിന് വലിയ ശമ്പള വർധനവ് വരുത്തിയെന്നുള്ള വ്യാജ പ്രചരണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. എന്നാൽ സംസാരിക്കുന്ന തെളിവുകൾ പ്രതിപക്ഷ നേതാവിന്റെ ഈ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തെളിയിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.